സുഗന്ധവ്യഞ്ജനത്തിന്റെ ഗന്ധവും രുചിയുമുള്ള സസ്യത്തിന് മല്ലിയിലയുടെ മണവും അതിലേറെ ഔഷധ ഗുണങ്ങളും ഉണ്ട്. തണലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നല്ല പോലെ ഇല ലഭിക്കും. നട്ട് 2-ാം മാസം മുതൽ ഇലകൾ പറിച്ചു തുടങ്ങാം. ആഫ്രിക്കൻ മല്ലി. കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും സമൃദ്ധമായി വളരുന്ന ഭക്ഷ്യയോഗ്യമായ ഈ സസ്യത്തിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുണ്ട്. കൂടാതെ ഇവയുടെ ഇലകൾ വളരെയേറെ പോഷക സമൃദ്ധവുമാണ്. കരീബിയൻ, ലാറ്റിൻ അമേരിക്കൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ പാചക രീതികളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഈ നീളൻ മല്ലിയിലയുടെ ശാസ്ത്രനാമം എറിഞ്ചിയം ഫോറ്റിഡം എന്നാണ്. പൊതുവെ കുലാൻഡ്രോ എന്നറിയപ്പെടുന്ന ഇതിന് നീളൻ കൊത്തമല്ലി, മെക്സിക്കൻ മല്ലി, ശീമമല്ലി തുടങ്ങി നിരവധി പേരുകൾ ഉണ്ട്. സുഗന്ധ ഇലച്ചെടികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഇവ ആമസോൺ പ്രദേശങ്ങളിലും കരീബിയൻ ദ്വീപുകളിലും വളരെ വ്യാപകമായി വളരുന്നു. ലാറ്റിൻ അമേരിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു സുഗന്ധവിളയാണ് ഇത്. താഴെയും മുകളിലുമായി 2 തരം ഇലകളോടെ ഏകദേശം 10 മുതൽ 80 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു. സസ്യത്തിന്റെ താഴത്തെ ഇലകൾ ഏകദേശം 1 അടി വരെ നീളവും മിനുസമാർന്ന പച്ച നിറമുള്ള പ്രതലവും ചിരവനാക്കിന്റെ ആകൃതിയിൽ ഇലകളുടെ അരികുകളിൽ മുള്ളുകളും ഉണ്ടായിരിക്കും. ചെടിയുടെ ചുവട്ടിൽ നിന്നുത്ഭവിക്കുന്ന നീളമേറിയ കാണ്ഡത്തിന്റെ മുകളിൽ നിരവധി ശാഖകളും അതിൽ ചെറുതും അഗ്രം കുറുത്തതുമായ ധാരാളം ചെറിയ ഇലകളും ഉണ്ടായിരിക്കും. ചെറിയ ശാഖകളുടെ അഗ്രഭാഗത്തായി പൂക്കളും കായ്കളും ഉണ്ടാകുന്നു. മഞ്ഞ കലർന്ന വെളുത്ത വളരെ ചെറിയ പൂക്കൾക്ക് താഴെയായി ചെറിയ ഇലകൾ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കൂട്ടം ബ്രാക്കറ്റുകൾ ഇതിലുണ്ട്. ഭാഗിക തണലിലും നല്ല വെയിലത്തും വളരാൻ ചെടിക്ക് കഴിയും. വെയിലത്ത് വളരുമ്പോൾ പെട്ടെന്ന് പൂക്കുന്നതിനാൽ ഇലകൾ കട്ടിയുള്ളതും ചെറുതും സുഗന്ധം കുറഞ്ഞതുമായി തീരുന്നു. അതിനാൽ ഭാഗിക തണൽ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇവയെ വളർത്തിയാൽ വലിപ്പമുള്ള കൂടുതൽ ഇലകൾ ദീർഘകാലം ലഭ്യമാകും. സുഗന്ധവ്യഞ്ജനത്തിന്റെ ഗന്ധവും രുചിയുമുള്ള സസ്യത്തിന് മല്ലിയിലയുടെ മണവും അതിലേറെ ഔഷധ ഗുണങ്ങളും ഉണ്ട്. ബിരിയാണി, ചട്നി, സൂപ്പ്, മാംസാഹാരങ്ങൾ, സാമ്പാർ, പച്ചക്കറികൾ എന്നിവ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളിൽ ഇതിന്റെ ഇലകൾ ചേർക്കാം. ഭക്ഷ്യവസ്തുക്കൾക്ക് ഹൃദ്യമായ സുഗന്ധമേകാനും ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുവാനും സ്വാദിഷ്ടമാക്കാനും ഇതിന്റെ ഇലകൾ സഹായിക്കുന്നു. കറികൾക്ക് മുകളിൽ വിതറാൻ മാത്രമല്ല ഔഷധങ്ങൾ ഉണ്ടാക്കാനും ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കാം. വിത്ത്, ഇല, വേര് എന്നിവയിൽ ഗുണകരമായ നിരവധി ഘടകങ്ങൾ ഉണ്ട്. ഇലകളിൽ നിന്ന് തയ്യാറാക്കുന്ന കഷായം നീർക്കെട്ടിനും വേരിൽ നിന്ന് തയ്യാറാക്കുന്ന കഷായം വയറുവേദനയ്ക്കും ഔഷധമാണ്. പനി, ഛർദി, പ്രമേഹം എന്നിവയ്ക്കെതിരെയുള്ള ഔഷധമായി മല്ലിയില ചായ ഉപയോഗിക്കാം. ഇരുമ്പ്, കാൽസ്യം, റീബോഫ്ലേവിൻ, കരോട്ടിൻ എന്നിവ ധാരാളമായി ഇലകളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പാകമായ വിത്തുകൾ അടർന്നു വീണ് പുതിയ തൈകൾ ഉണ്ടാകുന്നു. കൂടാതെ ചെടിയുടെ ശാഖകൾ അടർത്തി മണ്ണിൽ നട്ടാൽ അവയിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകും. ട്രേയിലോ കവറുകളിലോ വിത്ത് നട്ട് തയ്യാറാക്കുന്ന തൈകൾ 3 ഇല പ്രായമാകുമ്പോൾ പറിച്ചു നടാവുന്നതാണ്. തണലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നല്ല പോലെ ഇല ലഭിക്കും. നട്ട് 2-ാം മാസം മുതൽ ഇലകൾ പറിച്ചു തുടങ്ങാം. വളരെയേറെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയ നീളൻ മല്ലിയില ചെടി നമുക്കും നട്ടു വളർത്താം. ഒരു തൈ നടു, പ്രകൃതിയെ സംരക്ഷിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഐമാസ് പ്ലാന്റ്സ് വേൾഡ്.